ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീഗ്നോ മലയാളം ടെക് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് 2024 എങ്ങനെ ഗൂഗിൾ പേ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടായി ലിങ്ക് ചെയ്ത ATM കാർഡ് നമുക്ക് ആവശ്യമുണ്ട്. കൂടാതെ ബാങ്ക് അക്കൗണ്ടായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പറും ആവശ്യമുണ്ട്. നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ വെച്ചിട്ട് ഗൂഗിൾ പേ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മുടെ ഫോണിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ആയതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഓപ്പൺ ആക്കുക ആവശ്യമുള്ളൂ. നമ്മൾ ഫോൺ നമ്പർ വെച്ചിട്ട് നമുക്ക് ഇനി ഗൂഗിൾ പേ ലോഗിൻ ചെയ്യാം. ആദ്യം നമ്മൾ നമ്മുടെ ഗൂഗിൾ പേ ആപ്പ് ഒന്ന് നമുക്ക് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളിത് ഓപ്പൺ ആയി വരികയാണ്. നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഫോൺ നമ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫോണിൽ ഓപ്പൺ ചെയ്ത ഇമെയിൽ ID കാണിക്കും. അത് നമ്മുടെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത ഇമെയിൽ ID ആണെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൊടുത്ത നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് മേ ബി OTP ഡിറ്റക്റ്റ് ആയിട്ട് അവിടെ ലോഗിൻ ആവും. അല്ലെങ്കിൽ നമ്മൾ OTP നോക്കി അടിച്ചു കൊടുക്കേണ്ടതാണ്. ഇതിപ്പോൾ എൻ്റെ ഫോണിൽ ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗൂഗിൾ പേയിലേക്ക് ലോഗിൻ ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രധാനപ്പെട്ട കാര്യം, ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ തന്നെ കൊടുക്കണം. കൂടാതെ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത മെയിൽ ID തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല. അത് തന്നെയാണ് നല്ലത്. ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ, ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത മെയിൽ ID, ഇത് രണ്ട് തന്നെ കൊടുക്കുക. ഇപ്പം നമ്മുടെ ഗൂഗിൾ പേ ലോഗിൻ ആയിട്ടുണ്ട്. ഗൂഗിളിൻ്റെ പ്രൈവസി പോളിസിയൊക്കെ ജസ്റ്റ് ഓക്കെ കൊടുത്ത് വിടുക. അതിനുശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ഓപ്ഷനായ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ നമുക്ക് അവിടെ മേലെ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക. നമ്മുടെ പ്രധാനപ്പെട്ട ബാങ്കിൻ്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ആക്സിസ് ബാങ്ക്, അങ്ങനെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഒക്കെ കാണിക്കുന്നുണ്ട്. എൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ആയതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ആ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുക. കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഫെച്ച് ചെയ്ത് എടുക്കുക. ഗൂഗിൾ പേയിലേക്ക് ഫെച്ച് ചെയ്ത് എടുക്കുക ചെയ്യുക. അപ്പോൾ അതിന് നമ്മുടെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ആധാർ വെച്ചിട്ട് വെരിഫൈ ചെയ്യണോ അല്ലെങ്കിൽ നമ്മുടെ ATM കാർഡ് വെച്ച് വെരിഫൈ ചെയ്യണോ എന്ന് ചോദിക്കുന്നത്. നമ്മുടെ ആധാർ വെച്ച് വേണ്ട, ATM കാർഡ് വെച്ച് വെരിഫൈ ചെയ്യേണ്ട ഓപ്ഷൻ കൊടുത്തു. നമ്മുടെ ബാങ്കിൽ നിന്ന് തന്ന ATM കാർഡ് നമ്പേഴ്സ് അവിടെ അടിച്ചു കൊടുക്കണം. അതുകൂടാതെ എക്സ്പയറി ഡേറ്റ് നമ്മളവിടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ബാങ്ക് അക്കൗണ്ടായിട്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻ ഇനാബിൾ ചെയ്ത ATM കാർഡായിരിക്കണം. ഞാനപ്പോൾ എൻ്റെ ATM കാർഡിലെ ഡീറ്റെയിൽസ് ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കാണാം. ഞാനിപ്പോൾ അടിച്ചു കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണാം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് താഴെ തന്നെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, ക്രിയേറ്റ് പിൻ എന്നുള്ള ഓപ്ഷൻ. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മുടെ ബാങ്കിൽ നിന്ന് ഗൂഗിൾ പേയിലേക്ക് ഫെച്ച് ചെയ്ത് വന്നതിന് നമുക്ക് താഴെ കാണാം ക്രിയേറ്റ് പിൻ എന്നുള്ള ഓപ്ഷൻ. അങ്ങനെ വന്നതിന് ശേഷം ആ ക്രിയേറ്റ് പിൻ ഓപ്ഷൻ കൊടുക്കുക. ക്രിയേറ്റ് പിൻ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു OTP കൂടി വരും. അത് ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന OTP ആണ്. നമ്മൾ തന്നെയാണ് ഗൂഗിൾ പേയിലേക്ക് UPI നിന്ന് വരുന്ന OTP ആണ്. അപ്പോൾ ആ UPI നിന്ന് വരുന്ന OTP നമ്മളിവിടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് UPI പിന്ന്, അതായത് നമ്മുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻ UPI ട്രാൻസാക്ഷന് വേണ്ടിയുള്ള പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ UPI പിന്നെ അവിടെ സെൻഡ് ആയിട്ടുണ്ട്. നമ്മുടെ ഫോണിൽ ഇതുവരെ എത്തിയില്ല. മേ ബി ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അവിടെ അടിച്ചു കൊടുക്കേണ്ട, മുന്നേ വന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ലോഡാവും. അത്തരത്തിൽ ലോഡായിട്ടില്ലെങ്കിൽ നമ്മൾ മെസ്സേജ് പോയിട്ട് UPI പിന്നെ നോക്കിയിട്ട് അവിടുന്ന് വന്ന OTP നോക്കിയിട്ട് OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. നമുക്ക് അങ്ങനെ ഓട്ടോമാറ്റിക് വന്നില്ല. നമ്മുടെ ആ OTP മെസ്സേജ് പോയിട്ട് നോക്കിയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇതാ നമുക്ക് UPIൻ്റെ OTP വന്നിട്ടുണ്ട്. ആ OTP ഇനി നമ്മൾ ഗൂഗിൾ പേയിലേക്ക് തിരിച്ചു പോയിട്ട് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ OTP ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ OTP എൻ്റർ ചെയ്ത് കൊടുത്തു. നമ്മൾ കണ്ടിന്യൂ കൊടുത്തേരം നമുക്കവിടെ ക്രിയേറ്റ് UPI പിൻ, സെറ്റ് UPI പിൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. 6 ഡിജിറ്റ് UPI പിൻ സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ OTP വന്നതിന് ശേഷം UPI പിൻ സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. നമ്മൾ ഇപ്പോൾ എൻ്റെ UPI പിൻ ഞാൻ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് തന്നെ ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് കൺഫേം ചെയ്യുക. രണ്ടാമതും അതേ UPI പിന്നിന് നമ്മളൊന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതും കൊടുത്ത് നമ്മുടെ ഒന്ന് സെറ്റാക്കണം. ഞാനത് രണ്ടാമതും ഒന്നും കൂടി UPI പിന്ന് സെറ്റാക്കാൻ കൊടുത്തിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് UPI പിന്ന് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇതാ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മുടെ UPIയിലേക്ക് ഗൂഗിൾ പേയിലേക്ക് ആഡ് ആവാൻ പോവുകയാണ്. ചില സമയം നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൂടെ സമയം എടുക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ഗൂഗിൾ പേ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ എന്തൊക്കെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ജസ്റ്റ് ചെയ്ത് കാണിക്കണം. അത് ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ ചെയ്ത് വിട്ടാൽ മതി. നമ്മുടെ ടോപ്പ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ UPI പിൻ, മെയിൽ ID വെച്ചിട്ടുള്ള UPI പിന്നും ഒക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ഫോൺ നമ്പർ കാണാൻ സാധിക്കും. നമ്മൾ കൊടുത്ത ഫോൺ നമ്പർ വെച്ചുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മുടെ UPI ഗൂഗിൾ പേയിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്.